ഓരോ സ്ഥലത്തും പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ സംസാരിക്കുന്ന ഓരോ രീതിയിലാണ്. ഇപ്പം ഞാൻ കണ്ടിട്ടുള്ള ഒരു വലിയൊരു പ്രസംഗകൻ അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരാൾ പി സി ചാക്കോയാണ്. ചാക്കോയുടെ പ്രാഗൽഭ്യത്തിനൊത്ത രീതിയിലുള്ള ഉയർച്ച അല്ലെങ്കിൽ വളർച്ച അദ്ദേഹത്തിന് ഉണ്ടായില്ല. അല്ല, പി ടി ചാക്കോ അല്ല, പി സി ചാക്കോ. ഇപ്പൊ NCP ആയിട്ടിരിക്കുന്ന ഈ ചാക്കോയുടെ ഒരു പ്രത്യേകത, ചാക്കോ 1.5 മണിക്കൂർ നീണ്ടെടുക്കുന്ന ഒരു പ്രസംഗം പൊതുയോഗത്തിൽ നടത്താൻ, ഗംഭീര പ്രസംഗം 1.5 മണിക്കൂർ. 10 മിനിറ്റ് നിയമസഭയിൽ പ്രസംഗിക്കുകയാണെങ്കിൽ, നിയമസഭയിൽ 1.5 മണിക്കൂർ പ്രസംഗിക്കില്ല, അത് ഒന്നാം തരം പ്രസംഗം. 10 മിനിറ്റിൽ പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറയും. ഒരു TV ചർച്ചയിൽ 3 മിനിറ്റ് സംസാരിക്കും. ആ 3 മിനിറ്റിൽ അദ്ദേഹം ആശയം കൃത്യമായിട്ട് കൺവേ ചെയ്യും. ഭയങ്കര കഴിവാണ്. അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയാവുന്നവർ വളരെ കുറച്ചു. അപ്പോൾ നമ്മൾ ഇതിൽ പ്രധാനപ്പെട്ട ഇപ്പോൾ ടി വിയിലൊക്കെ സംസാരിക്കുമ്പോൾ 1 മണിക്കൂർ ചർച്ച എന്നാണ് പറഞ്ഞെങ്കിൽ ഇൻട്രൊഡക്ഷൻ മറ്റേ അവതാരകന്റെ ഒരു ലാത്തി പിന്നെ പരസ്യം എല്ലാം കഴിഞ്ഞിട്ട് എല്ലാം കൂടി 20-25 മിനിറ്റ് ആ പരിപാടി ഉണ്ടാവുള്ളൂ. അതിൽ തന്നെ ഒരാൾക്ക് കിട്ടുന്നത് മാക്സിമം 4 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ്. അപ്പോൾ 5 മിനിറ്റിനുള്ളിൽ നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ആഞ്ഞടിച്ച് പറയും. അതാണ് അതിൽ പ്രധാനപ്പെട്ട. അപ്പോൾ കണ്ടമാനം നമ്മൾ സൈദ്ധാന്തികമായിട്ടൊക്കെ പറഞ്ഞ് കേൾക്കുന്നവർ TV ഓഫ് ചെയ്ത് പോകുക, അല്ലെങ്കിൽ വേറെ ചാനലിൽ പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് സൂക്ഷ്മമായിട്ട് ആഞ്ഞടിച്ച് പറയും. അതാണ് അതിന് വേറെ മാജിക്കൊന്നുമില്ല. അല്ല, പി സി ചാക്കോയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് ചോദിക്കാം. സ്വാഭാവികമായിട്ടും കോൺഗ്രസിൻ്റെ ഒരു അനിഷേധ്യ നേതാവ് തന്നെ ആയിരുന്നു. പക്ഷെ അദ്ദേഹത്തെ വേണ്ട രീതിയിൽ കോൺഗ്രസ് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു. AI ആ ഒരു വിരുദ്ധത വന്നപ്പോൾ എനിക്ക് തോന്നുന്നു 80-ൽ പാർട്ടി മുഴുവനായിട്ട് തിരിച്ചിങ്ങോട്ട് വന്നപ്പോൾ പോലും മറുഭാഗത്ത് 5 MLA-മാരുമായിട്ട് പുള്ളി അവിടെ തന്നെ നിന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ. അതൊക്കെ ശരിയാണ് അല്ലേ? പക്ഷേ പി സി ചാക്കോയുടെ യഥാർത്ഥ പ്രശ്നം എന്ന് വെച്ചാൽ, പി സി ചാക്കോ വളരെ കഴിവുള്ള ആളാണ്. ഞാൻ വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞു, കേൾക്കുമ്പോൾ എല്ലാ കോൺഗ്രസ്സുകാരും എനിക്ക് ശത്രുക്കളും. പക്ഷേ സത്യം പറയുന്നതിൽ നമ്മൾ ആരും നോക്കിക്കാൻ പറ്റില്ല. പി സി ചാക്കോയുടെ ഏറ്റവും വലിയ പ്രത്യേകത, എല്ലാ കോൺഗ്രസ്സുകാരെക്കാളും ബുദ്ധിയുള്ള ആളാണ്, ഭാഷാ സ്വാധീനമുള്ള ആളാണ്, പ്രാഗൽഭ്യമുള്ള ആളാണ്. അത്രയും കഴിവുള്ള ഒരാളെ സഹിക്കാൻ വേറെ ഒരു നേതാവിനും സാധ്യമല്ല. എനിക്ക് പുള്ളി ഉള്ളുകൊണ്ട് ഇഷ്ടമല്ല, കരുണാകരന് ഇഷ്ടമായിരുന്നില്ല, ഉമ്മൻചാണ്ടിക്കും ഇഷ്ടമായിരുന്നില്ല, വയലാർ രവിക്കും ഇഷ്ടമായിരുന്നില്ല, ആർക്കും ഇഷ്ടമായിരുന്നില്ല. അതിൻ്റെ കാരണം പി സി ചാക്കോയ്ക്കുള്ള കഴിവ് ഇവർക്കില്ല. ഉമ്മൻചാണ്ടിയെക്കാളൊക്കെ വളരെ പ്രാഗൽഭ്യമുള്ള ആൾ തന്നെയാണ് പി സി ചാക്കോ. പക്ഷേ പിന്നെ ഉമ്മൻചാണ്ടിക്ക് മലയാള മനോരമയുടെ മറ്റൊക്കെ വലിയ പിന്തുണ ഉണ്ടായിരുന്നു. അല്ല, ചാക്കോയ്ക്ക് അതും കിട്ടിയില്ല. അല്ല, അത് എനിക്ക് വളരെ കൃത്യമായിട്ട് തന്നെ അത് ചോദിച്ചറിയണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം ഞാനൊക്കെ ജനിച്ചൊക്കെ ഒരുപാട് സാറൊക്കെ ഒരുപാട് മുമ്പ് കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ ഈ മാമൻ മാപ്പിള അല്ലെങ്കിൽ മലയാള മനോരമ ഒരു ക്രിസ്ത്യൻ ലേബൽ ചാർത്തിക്കൊണ്ട് ഉമ്മൻചാണ്ടിക്ക് കൃത്യമായിട്ട് പിന്തുണ കൊടുത്തെന്ന് പറയുന്നത് വാസ്തവമാണോ, അതോ ചുമ്മാ ഈ ജനങ്ങൾ അടിച്ചിറക്കുന്ന ഒരു ക്രിസ്ത്യൻ ലേബൽ കൊടുത്തുകൊണ്ട് സപ്പോർട്ട് ചെയ്താൽ പറയില്ല. ഉമ്മൻചാണ്ടി അങ്ങനെ ക്രിസ്ത്യാനിയായിട്ട് ശരിക്കും ബ്രാൻഡ് ചെയ്തില്ല. ക്രിസ്തീയ സമുദായത്തിൽ ജനിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഉമ്മൻചാണ്ടിക്ക് ഇവർ നല്ലോണം പേട്രൈസ് ചെയ്തു എന്നുള്ളൊരു സത്യം. അത് ആദ്യത്തെ ആളല്ല ഉമ്മൻചാണ്ടി. ഇവർ ആദ്യകാലത്ത് സപ്പോർട്ട് ചെയ്തത് പി സി ചെറിയാൻ എന്ന് പറഞ്ഞ ഒരു നേതാവുണ്ടായിരുന്നു. പി സി ചെറിയാൻ പടിഞ്ഞാറക്കര. നിങ്ങളൊന്നും കേട്ടല്ല. 69-ൽ പാർട്ടി വളർന്നപ്പോൾ സംഘടനാ കോൺഗ്രസിൽ പോയ ആളാണ്. അതിനു മുമ്പ് പി ടി ചാക്കോ ഉണ്ടായിരുന്നല്ലോ, നേരത്തെ പറഞ്ഞ സാക്ഷാൽ പി ടി ചാക്കോ ഉള്ള കാലത്ത് പി ടി ചാക്കോ ആയിരുന്നു കോൺഗ്രസിൽ അനിഷേധ്യനായ നേതാവ്. അദ്ദേഹത്തിന് കത്തോലിക്ക സഭയുടെയും വലിയ പിന്തുണ ഉണ്ടായിരുന്നു, നായർ സമുദായത്തിന്റെയും എല്ലാവരുടെയും പിന്തുണ. പക്ഷെ കത്തോലിക്ക സഭയുടെയും അതുപോലെ ദീപിക പത്രത്തിന്റെയും ഉറച്ച പിന്തുണ. അന്ന് ദീപിക വലിയ ശക്തിയാണ്, മനോരമ ഇത്ര വലിയ ശക്തിയായിരുന്നു. ദീപികയുടെയും കത്തോലിക്ക സഭയുടെയും കണ്ണിലുണ്ടിയായിരുന്നു പി ടി ചാക്കോ. ആ പി ടി ചാക്കോയ്ക്ക് ബദലായിട്ട് മനോരമ അവതരിപ്പിച്ച ആളാണ് പി സി ചെറിയാൻ, പടിഞ്ഞാറക്കര. അദ്ദേഹം പുതുപ്പള്ളി MLA ആയിരുന്നു. പിന്നീട് പി സി ചെറിയാൻ സംഘടനാ കോൺഗ്രസിലേക്ക് പോയ ഒരു വാക്കത്തിലാണ് ഇവര്. പിന്നെ CM സ്റ്റീഫനെ കുറെ ആള് കൊണ്ടുനടന്നു. CM സ്റ്റീഫൻ വലിയ നേതാവ്, കേന്ദ്രമന്ത്രിയൊക്കെ. അദ്ദേഹം ഈ ഓർത്തഡോക്സുകാരനാണ്. പിന്നെ യുവതലമുറയിൽ നിന്ന് അവർ പൊക്കിക്കൊണ്ടുവന്ന ആളാണ് ഉമ്മൻചാണ്ടി. സ്വന്തം നിലയ്ക്ക് കഴിവുള്ള ആൾ തന്നെയായിരുന്നു. പക്ഷെ മനോരമയുടെ അകൈതവുമായ പിന്തുണ പുള്ളിക്കുണ്ട്, അത് സത്യമാണ്.